വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വൈകായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. വചനത്തിൽ ചിന്തിക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ദൈവം വചനത്തിൽ കൂടി നമ്മളോട് ആലോചന അറിയിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധി പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതിനായിട്ട് സങ്കീർത്തനം 111 വാക്യം വായിക്കുക. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. നമുക്ക് എപ്പോഴും കേട്ടിട്ടുള്ളൊരു വചനമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അപ്പോൾ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവവചനം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നീ ജ്ഞാനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യഹോവ ഭക്തി ഉണ്ടായിരിക്കണം. അത് ദൈവം തരുന്ന ജ്ഞാനമാണ്. അത് ദൈവത്താൽ അല്ലാതെ കിട്ടുന്ന ജ്ഞാനമൊക്കെ അത് നമുക്ക് ലോക ജീവിതത്തിൽ പ്രയോജനപ്പെട്ടേക്കാം. ലോക ജീവിതത്തിൽ എങ്ങനെ വിജയം നേടണമെന്നാണല്ലോ മനുഷ്യൻ്റെയൊക്കെ ചിന്ത. ലോകത്തിൽ എന്ത് നേടാനുള്ള ആഗ്രഹം അത് നമ്മളെ വർദ്ധിപ്പിക്കുന്നു. ലോകമോഹങ്ങളിൽ മനുഷ്യൻ കുടുങ്ങിപ്പോയി പാപം ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ ദൈവം തരുന്ന ജ്ഞാനം അങ്ങനെയല്ല. അത് നമ്മളെ ദൈവമായും അടുപ്പിക്കുന്നു. ലോക രക്ഷിതാവിൻ്റെ കരങ്ങളിൽ കൂടെ നമ്മെ നടത്തുവാനും കഴിയുന്നു. നമ്മുടെ രക്ഷകനും ദൈവവും എന്താണെന്ന് നമ്മളെ അത് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് എന്താണ് മനുഷ്യന് പ്രയോജനമുള്ളത്? മനുഷ്യൻ്റെ ആത്മാവിനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? ഇതൊക്കെ നമുക്ക് ചിന്താവിഷയമാണ്. ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ അനുഭവിക്കാൻ എങ്ങനെ നമുക്ക് കഴിയും? ഇത് ലഭിച്ചില്ല എങ്കിൽ ലോകത്ത് നേടുന്നതെല്ലാം നശ്വരമാണ്. എന്നാൽ ദൈവത്തിൽ കൂടി ലഭിക്കുന്നതെല്ലാം സ്ഥിരമാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ബുദ്ധിയും ജ്ഞാനവും ഉള്ളവൻ അവൻ എപ്പോഴും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവന് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അവൻ ഒരിക്കലും അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുകയുമില്ല എന്നാണ് വാക്യം. സദർശിവാക്യങ്ങൾ 3:5-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സദർശിവാക്യങ്ങൾ 3:5-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോട് വേണം നമ്മൾ ദൈവത്തെ ആശ്രയിക്കുവാൻ. ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ നമ്മൾ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് എന്ന് വചനം കൃത്യമായി പറയുന്നുണ്ട്. ലോകത്തിലെ ബുദ്ധിമാന്മാരിൽ നമ്മൾ ആശ്രയിക്കരുത്, സമ്പത്തിൽ ആശ്രയിക്കരുത്,
നമ്മൾ ആശ്രയിക്കരുത്. പൂർണ്ണ മനസ്സോടെ ദൈവത്തെ തന്നെ ആശ്രയിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പുതിയ തലമുറകൾക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അവർ യഹോഭക്തിയുള്ളവരാകാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? അതിൻ്റെ കുറവുകളൊക്കെയാണ് ഇന്ന് തലമുറകൾ തെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അവരെ നേർവഴിയോടെ നടത്താൻ കഴിയുന്നില്ല. അവർ ദൈവത്തിൻ്റെ വഴി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തെ അറിയാത്തവരുടെ മക്കൾക്കും ദൈവത്തെ അറിയുന്നവരുടെ മക്കൾക്കും സംഭവിക്കുന്നു. മാതാപിതാക്കൾ ഇന്ന് ഈ കാര്യത്തിൽ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടും ഞങ്ങളുടെ തലമുറയ്ക്ക് എന്ത് പറ്റി? അങ്ങനെ ചോദ്യം ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരിടത്തൊരു പിതാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അതിൻ്റെ കാരണം ആ പിതാവിനോട് തിരക്കി. അദ്ദേഹം ചുരുക്കമായി ആ കാര്യം പറഞ്ഞു. എൻ്റെ ഏക മകൻ വളരെ ഉയർന്ന നിലയിലാകാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ എല്ലാ കഴിവുകളുടെ പരമാവധി ഞാൻ അതിനുവേണ്ടി ഉപയോഗിച്ചു. അവനെ പഠിപ്പിച്ചു. ഒരുപാട് ബിരുദങ്ങൾ സമ്പാദിച്ചു. അവൻ ഡോക്ടറേറ്റ് വരെ എടുത്തു. അതിബുദ്ധിമാനായിരുന്നതുകൊണ്ട് അവൻ വളരെ പെട്ടെന്ന് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടി. ഏറ്റവും ഉയർന്ന തലത്തിൽ അവൻ്റെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ച് തന്നെ അവന് നല്ലൊരു ജോലിയും ശരിയായി. നിർഭാഗ്യവശാൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ രോഗം ബാധിച്ച് ആശുപത്രിയിലായി. വൈദ്യശാസ്ത്രം അവനെ കൈയൊഴിഞ്ഞു. അവനെ രക്ഷിക്കാൻ സാധ്യമല്ല എന്നും അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അവൻ മരിക്കുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ആ പിതാവ് വളരെ സങ്കടത്തോടെ പറഞ്ഞു. അവൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുവരുവാൻ അവൻ ആവശ്യപ്പെട്ടതിനാൽ ഞാൻ അതെല്ലാം അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ ആ അവസാന നിമിഷങ്ങളിൽ താൻ നേടിയ സർട്ടിഫിക്കറ്റുകളെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഡാഡി എന്നെ വലിയവനാക്കുവാൻ ആഗ്രഹത്തോടെ എന്നെ പഠിപ്പിച്ചു. അതിൻ്റെ ഫലമാണ് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് നേടുവാൻ കഴിഞ്ഞത്. എന്നാൽ എനിക്കൊരു ബൈബിൾ വാങ്ങിച്ചു തരികയോ ബൈബിൾ വചനങ്ങൾ പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്തില്ല. ഞാൻ മരിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അഥവാ ചെന്നാൽ തന്നെ ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് ഉത്തരം പറയും? എൻ്റെ സഹപാഠികളെല്ലാം ബൈബിളുമായി പള്ളിയിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു. പള്ളിയിൽ പോകണമോ വേണ്ടയോ എന്ന് ഡാഡി എനിക്ക് പറഞ്ഞു തന്നിട്ടുമില്ലായിരുന്നു. അവൻ പിതാവിനോട് പരാതികൾ പറയുകയാണ്. അവസാന നിമിഷങ്ങളിലാണ് സ്വന്തം പിതാവിനോടത് പറയുന്നത്. അങ്ങനെ പഠനവും ട്യൂഷനും പഠനാനുബന്ധമായ പ്രവൃത്തികൾ, പഠനത്തിനുള്ള യാത്രകൾ, വിദേശ യാത്രകൾ, ഇതിനൊക്കെ നാം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവാക്കുന്നു, എത്രത്തോളം അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ വല്ലതൊന്ന് ഉണ്ട് എന്ന് എത്ര മാതാപിതാക്കൾക്ക് മനസ്സിലാക്കുന്നു. അവനവൻ്റെ കുഞ്ഞുങ്ങളെ അത് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്നു. ബൈബിൾ പാരായണം, പ്രാർത്ഥന, ആരാധന, സൺഡേ സ്കൂൾ പഠനം, ഇവയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ മനഃപൂർവ്വമായി പങ്കെടുപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്ര വലുതാണെന്ന് ഓർക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സഭകളിലും വീട്ടുകളിലും കുഞ്ഞുങ്ങളെ ആത്മീയ ശിക്ഷണത്തിൽ വളർത്താൻ കഴിയുന്നുണ്ടോ? ഒരിക്കലൊരു സുവിശേഷൻ പ്രസംഗമധ്യേ ഇപ്രകാരം വിദ്യാർത്ഥികളോടായി പറഞ്ഞു: തിരുവചനം വായിക്കുന്നതിന് മുമ്പേ പാഠപുസ്തകങ്ങൾ തൊടുക പോലും അരുത്. കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ബൈബിൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അവരുടെ മുറിയിൽ അത് വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ തലമുറകളുടെ വഴികൾ ദൈവവഴി വിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് ഉറപ്പ് വരുത്തുവാൻ നമുക്ക് കഴിയണം. കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ബൈബിൾ സംബന്ധമായ പുസ്തകങ്ങൾ, മിഷണറിമാരുടെ ജീവചരിത്രങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. അവരെ ദൈവവുമായുള്ള ബന്ധത്തിൽ ഉറപ്പിച്ച് നിർത്തണം. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക. മക്കൾ ദൈവകുഞ്ഞുങ്ങളായി അവർ വളരട്ടെ. അവരെ ദൈവം ദാനമായി നൽകിയതെന്ന ഓർമ്മ വേണം. ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ അവിശ്വാസികളുടെ മക്കളും വിശ്വാസികളുടെ മക്കളും ഒരുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ക്രിമിനൽ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ പോലും കൊല്ലുവാൻ ശ്രമിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. എന്താണിതിന് കാരണമെന്ന് വിശ്വാസികളായ മാതാപിതാക്കൾ ചിന്തിക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? ഇങ്ങനെ പോയാൽ വരും തലമുറകൾ എങ്ങനെ ആകും എന്ന് നമുക്ക് ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ്. വിദേശ രാജ്യങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ മുതലായ രാജ്യങ്ങൾ ക്രിസ്ത്യൻ കൺട്രീസിൽ പോലും
പള്ളികൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. പല പള്ളികളും ഫാക്ടറികളായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമില്ല. യഹോവ ഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബൈബിൾ കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ല, അടഞ്ഞു കിടക്കുന്നു. അവർക്കതിന് താല്പര്യവുമില്ല. ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ കാരണം മാതാപിതാക്കളും സഭകളുമാണ്. അവർക്ക് വേണ്ടുന്ന ദൈവ പ്രോത്സാഹനം കിട്ടുന്നില്ല. അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാതെ ലോകമോഹങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ആരോടാണ് ദൈവം ചോദിക്കേണ്ടത്? മാതാപിതാക്കളാൽ, പുരോഹിതന്മാർ, സഭാ അധ്യക്ഷന്മാർ എല്ലാവരും ഉത്തരവാദികൾ. നശിച്ചു പോകുന്ന തലമുറയുടെ രക്തത്തിന് ഉത്തരവാദികളാണ്. നാം പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഉപവസിക്കുന്നു. നമ്മുടെ മക്കളെ കൂടെ കൂട്ടാറുണ്ടോ ഇതിനൊക്കെ? നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ നന്മകൾക്ക് വേണ്ടി അല്ലേ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഒരു വ്യക്തതയുമില്ല. ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അവർ പഠിച്ച് ഉന്നതനാകണം, ഉന്നത ബിരുദങ്ങൾ നേടണം, വിദേശത്ത് പോയി പഠിക്കണം, വിദേശത്ത് മാന്യമായ നല്ല ജോലി ലഭിക്കണം, നല്ല ഭാവി ഉണ്ടാകണം. എന്നാൽ എൻ്റെ മക്കൾ നല്ലൊരു ആത്മീയനാകണമെന്ന് പ്രാർത്ഥിക്കുന്ന, അവർ നല്ലൊരു പ്രാർത്ഥനാ വീരനാകണം, അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര ഭക്തന്മാരുണ്ട്? അവർക്ക് സ്വർഗരാജ്യം നഷ്ടമാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? മക്കളെയും സാമ്പത്തിക ഉയർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾ അവരെ മക്കളെയും അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. എത്ര മാതാപിതാക്കൾക്ക് തൻ്റെ മക്കൾ എല്ലാത്തിനും ഉപരി ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നല്ലൊരു ആത്മീയനാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് പുരോഹിതന്മാരും സഭാ ലീഡർമാരും സാമ്പത്തിക നന്മ അല്ലോ കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത്. ഇന്ന് എത്ര പേർ തങ്ങളുടെ മക്കളെ ദൈവവേലയ്ക്ക് അയക്കണമെന്ന് ആഗ്രഹമുണ്ട്? ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാർ പോലും തങ്ങളുടെ മക്കളെ ദൈവവേലയ്ക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളെയെങ്കിലും ദൈവവേലയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കൊടുക്കാറുണ്ടോ? ചെറുപ്പത്തിൽ നേരും ദൈവവേലയ്ക്കായി മക്കളെ കൊടുക്കാമെന്ന്. മക്കൾ വലുതാവുമ്പോൾ മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകട്ടെ എന്ന് പറയും. ദൈവദാസന്മാർ പലരും വിചാരിക്കുന്നത് ഞങ്ങൾക്കോ ഈ ഗതി വന്നു, ഞങ്ങളുടെ മക്കൾക്ക് ഈ ഗതി വരരുത് എന്നാണ്. കാരണം ദൈവവേല ചെയ്യുമ്പോൾ കൂടുതൽ കഷ്ടപ്പാടുകളുണ്ട്. ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. നല്ലൊരു ലക്ഷറി ആയിട്ടുള്ള ലൈഫ് അവർക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വരും. അപ്പോൾ പറയും ഞങ്ങൾ ദൈവവേല ചെയ്യുന്നുണ്ട്, അതിൻ്റെ അനുഗ്രഹം അവർക്കും കിട്ടും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ദൈവം ചോദിക്കുന്നു, എനിക്ക് വേണ്ടി ആര് പോകും? എനിക്ക് വേണ്ടി ആര് സംസാരിക്കും? പിന്നെയും ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് തന്ന ദാനങ്ങളെല്ലാം എൻ്റേതല്ലയോ? എൻ്റെ വകയാണ് എല്ലാം, നിൻ്റെ മക്കൾ പോലും. പിന്നെ എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത്, കൊടുക്കാത്തത്? ദൈവം പറയുന്നു, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരുടെ ചുരുക്കം. നമ്മുടെ തലമുറകളെ ഉന്നത ഉദ്യോഗസ്ഥന്മാരാകുവാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പള്ളിയിൽ പോകുന്നു. നിനക്ക് എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഭക്തന്മാർ തലമുറയും നശിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, അവരെ ആത്മീയനാകാൻ പ്രോത്സാഹിപ്പിക്കാതെ മറ്റ് വലിയ നിലയിലേക്ക് ആകുവാൻ ആഗ്രഹിക്കുന്നു. തലമുറകളും അത് നല്ലതുപോലെ മനസ്സിലാക്കുന്നു. മാതാപിതാക്കന്മാർ പള്ളിയിൽ വളരെ ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ വീട്ടിൽ വരുമ്പോൾ ലോക മനുഷ്യനായി മാറുന്നു. വഴക്കുകളും സ്വരച്ചേർച്ചയില്ലായ്മയും ഐക്യതയില്ലായ്മയും അവനവൻ്റെ സ്വന്തം തീരുമാനങ്ങളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു. ഇത് ഇന്നത്തെ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ കപടഭക്തിക്കാർ, തങ്ങളുടെ മാതാപിതാക്കൾ കപടഭക്തിക്കാർ എന്ന് മക്കൾ മനസ്സിലാക്കുന്നു. വീട്ടിൽ വരുമ്പോൾ കൂട്ടുവിശ്വാസികളെ മക്കളുടെ മുമ്പിൽ വെച്ച് കുറ്റം പറയുക. മക്കൾ ഇതിനെല്ലാം വിലയിടുകയാണ്. ഇത് വിശ്വാസികളുടെ മാത്രം വീട്ടിൽ നടക്കുന്ന കാര്യമല്ല. ദൈവദാസന്മാരുടെ മക്കളും പലരും തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പ്രസംഗം പോലെ പ്രവൃത്തിയില്ല. തൻ്റെ സഭയിലെ വിശ്വാസികളുടെ കുറ്റങ്ങളും കുറവുകളും മക്കളുടെ മുമ്പിൽ ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ കാരണക്കാർ മാതാപിതാക്കളും ദൈവസഭകളും തന്നെയാണ്. ഇനിയും സഭ ഉണരുന്നില്ല എങ്കിൽ ഭാവികാലം ഇതിലും മോശമായിക്കൊണ്ടിരിക്കും. മാതാപിതാക്കൾ സ്വന്തം കുറവുകൾ കണ്ട് ഉണരട്ടെ. ദൈവസഭകൾ വചനത്തിനും നീതിക്കും എതിരായി ദൈവവചനത്തിനും ദൈവനീതിക്കും എതിരായി ദൈവസഭകൾ പ്രവർത്തിക്കാതെ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയേ മതിയാകും. ഇയ്യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇയ്യോബ് നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. താൻ തൻ്റെ മക്കളെ അങ്ങനെ ആകണമെന്നും ആഗ്രഹിച്ചു. തൻ്റെ മക്കളെ ശ്രദ്ധയോടെ വളർത്തി. അവർ പാപം ചെയ്യുന്നുണ്ടോ എന്ന് വളരെ കരുതലോടെ അവരെ വളർത്തി എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇയ്യോബ് തൻ്റെ വീട്ടിൽ വിരുന്നൊരുക്കി തൻ്റെ മക്കളെ ഒക്കെ കൂട്ടുമായിരുന്നു. ഇയ്യോബ് 1:5 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ
എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളും കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകുന്നു. ഇത് ഇന്നത്തെ ഭക്തന്മാർ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തൻ്റെ മക്കൾ പാപം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവർ പാപത്തിലേക്ക് പോകാതിരിക്കാൻ അവരെ ആത്മീകരായി വളർത്താൻ ശ്രമിക്കുക. ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ മക്കളെ ആത്മബോധമുള്ളവരായി വളർത്തുക. അവർ നല്ല ആത്മീയ മനുഷ്യരായി വളർത്തുക. അങ്ങനെ അവരായിത്തീരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കുക. നമ്മുടെ മക്കൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കണമെന്നാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴും നമ്മുടെ മക്കൾ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം തലമുറകളെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കുമ്പോൾ അവരെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. അവരെ സന്നിധിയിൽ കൊള്ളാവുന്നവരാക്കി ഓരോ ദിവസവും ദൈവം മാറ്റിക്കൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി തലമുറകളെ ഓരോ ദിവസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. അവർ നല്ലൊരു ആത്മകനായി ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നവനായി വളരണമേ എന്ന് എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അതിനുവേണ്ടി ഉപവസിക്കുകയോ. അപ്പോൾ തലമുറകൾ നേരെയാകും എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്കതിൽ ദൈവത്തിൽ പ്രത്യാശിക്കാം, വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.